ഹലോ, അസ്സലാമു അലൈക്കും. എന്തുണ്ട് വിശേഷം? സുഖല്ലേ? എല്ലാവർക്കും സുഖമായിട്ട് കേൾക്കട്ടെ. പടച്ചോൻ ആയുസ് ആഫിയത്തും മറക്കത്തും എല്ലാം തരട്ടെ. പണിയിലും മറക്കത്ത് തരട്ടെ. എല്ലാവരുടെ വിഷമങ്ങളും പഠിച്ചിറപ്പം മാറ്റി കൊടുക്കട്ടെ. അപ്പോൾ ഇന്ന് നല്ലൊരു കൂൺ മസാലയാണ് കേട്ടോ. കൂൺ മസാല എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് കഴുകി വെച്ചിന് കേട്ടോ. ഇത് നിങ്ങളെന്ന് പറഞ്ഞാൽ നല്ല ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് വേണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ പാക്കറ്റ് വാങ്ങിയതാണ്, എല്ലാവർക്കും അറിയായിരിക്കും ഇതെങ്ങനെയാണ് നമ്മളിവിടെ പാക്കറ്റ് വരുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നാക്കിയതാണ് കേട്ടോ. ഇതേപോലെ ഫുള്ള് തോല് ഊരി നന്നാക്കി എടുക്കണം. ഇത്രയും ഇത് വേസ്റ്റാണ് കേട്ടോ. ആരും ഇതേപോലെ ഇടരുത്. നന്നായിട്ട് കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. അപ്പം അടിപൊളി ഒരു കൂൺ മസാല ആക്കിയാലോ. കൂൺ മസാല എന്ന് പറഞ്ഞാൽ ഇറച്ചിയിൽ അങ്ങനെ വേക്കോട്ട് നിൽക്കണം, അത്ര രുചിയാണ് കേട്ടോ. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പം നമുക്ക് കൂണ് മസാല ആക്കാൻ ഉള്ളി വേണം. ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത് കേട്ടോ, ചെറിയുള്ളി. അപ്പം ഞാൻ വലിയ ഉള്ളി എടുത്തിന്. തക്കാളി, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, 4 പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്രയും സാധനം മതി. ഹലോ, എന്താണ് പിന്നെ? അപ്പം നമ്മൾ കൂൺ മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടോളൂ കേട്ടോ. അപ്പം ചട്ടി വെച്ച് ചൂടാവട്ടെ. അപ്പൊ നന്നായിട്ട് ചൂടായി. വെളിച്ചെണ്ണയാണ് വേണ്ടത് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 സ്പൂണ് വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി, കരിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം എന്നറിയോ? ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം വാങ്ങി കഴിക്കുക. ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, നമ്മൾ സഹോദരന്മാർക്കും എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സിമ്പിൾ കറികളാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് ഉണ്ടാക്കുക കേട്ടോ. ഉള്ളി നന്നായിട്ട് വാടട്ടെ. അപ്പൊ ഇത് നന്നായിട്ട് വാടിയിട്ടുണ്ട് കണ്ട. ഇതേപോലെ നന്നായിട്ട് വാടിയിട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു വലിയ തക്കാളിന്റെ ഒരു കഷ്ണമാണ് കേട്ടോ, പകുതിയാണ്. തക്കാളി അത്രേ വേണ്ടു. ഉള്ളി വളരെ ചെറിയൊരു ഉള്ളിയാണ്. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ ഉള്ളി തക്കാളി എല്ലാം കൂട്ടി ഉണ്ടാക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഇതിൽ വെച്ചിട്ട് ഉടയണം. മൂടി വെക്കാം നമുക്ക്. ഇതേപോലെ നന്നായിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണം ഇത് എടുക്കാൻ കേട്ടോ. ഇതാരും മറക്കണ്ട. ഇപ്പൊ നമ്മ തുറന്നു നോക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതേപോലെ വാടണം കേട്ടോ. ഇനി നമ്മള് ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഈ കുറച്ചൊക്കെ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, കളറിന് ആവശ്യം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പൊടിച്ചത് കാണാം. ഇനി നമുക്ക് മുളകും പൊടി ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടി മുളകും പൊടി വേണം. നമ്മളൊരു 1/2 സ്പൂൺ ഇട്ടിന്. ഒരു മുളകും പൊടി അതിൽ കഴിഞ്ഞു. അതിൽ ഒഴിച്ചത് അപ്പൊ ഒരു 1/4 സ്പൂണ് മുളകും പൊടി കൂടി. ഇത്ര മതി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി. ഒറ്റ സ്പൂണ് മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നന്നായിട്ട് ഇളക്കി കൊടുക്കട്ടോ. ഇതിലൊരു സാധനം കൂടി ഇടണം. അപ്പൊ ഇതിൽ നമ്മള് നല്ല മൂത്ത് വരണം കേട്ടോ. ഇതേപോലെ നല്ല സ്മെല്ല് വരണം മൂട്ടയിന്റെ. കുമ്മിലിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല എല്ലാം ഇല്ല. അപ്പൊ നല്ല രസമാണ് കേട്ടോ. വെള്ളം ഇപ്പൊ ഒഴിക്കണ്ട. 5 മിനിറ്റ് മൂടി വെക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ട വെള്ളം ഇറങ്ങി വരുന്നത്. അതുകൊണ്ടാണ് വെള്ളം ഇപ്പൊ ഒഴിക്കണ്ടെന്ന് പറഞ്ഞത്. മസാല എല്ലാം ഇരിക്കണ ഇരിക്കട്ടെ. ഇതിന്റെ കളറുണ്ടല്ലോ. വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് മതി. പിന്നെ നമ്മള് പൊടികളെല്ലാം ഇട്ടു കേട്ടോ. ഇനി നമുക്ക് മൂടി വെക്കാം. വെള്ളം വേണമെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിന് നന്നായിട്ട് ഈ കൂളിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഉപ്പ് കുറവാണ്, കുറച്ച് ഉപ്പും കൂടി ഇട്ടു കൊടുക്കുക. കുറച്ച് മതി കേട്ടോ. കളർ കണ്ടല്ലോ, സൂപ്പറായില്ല. ചെറിയ തീയിൽ നമുക്ക് ഓഫാക്കി വെക്കാം. അവിടെ അതാവുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇപ്പുറം നമുക്ക് മീൻ പൊരിക്കാം. ചെറിയ തീ മതി. മീൻ ഇതാ അന്ന് നമ്മള് ബിരിയാണി ഉണ്ടാക്കിയില്ല, അന്ന് മസാല ആക്കി വെച്ചതാട്ടോ. അതുകൊണ്ട് നല്ല മസാല എല്ലാം പിടിച്ചിട്ടുണ്ടാവും. നമുക്കിത് പൊരിച്ചെടുക്കാം. അപ്പൊ നമ്മള് ഇത് തുറന്നു നോക്കുന്നതാ. ഇതാണ് പറഞ്ഞത് നമ്മള് തുള്ളി വെള്ളം വെക്കണ്ടെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഈ കൂണിൽ തന്നെ നന്നായിട്ട് വെള്ളം. നമ്മള് ചിക്കനെല്ലാം വെക്കുമ്പോ വെള്ളം ഒഴിക്കൂലല്ലോ. കൂടുതൽ കറി വേണമെങ്കിൽ മാത്രമല്ല വെള്ളം ഒഴിക്കുക. അല്ലാതെ അതേപോലെ തന്നെയാണ്. കാണുന്നുണ്ടാ? കാണുമ്പോ കൊതിയാവുന്നുണ്ടാവൂലേ? പിന്നെ നല്ല സ്മെല്ലാണ്. എട്ട് കാണിച്ചതാ. ഇതെന്താ നമ്മളെ മസാല കൂണ് ഇതേപോലെയാണ് ഉണ്ടാക്കുന്നത്. നന്നായിട്ട് വേവണം കേട്ടോ. ഒന്നും കൂടി നമുക്ക് മൂടി വെക്കാം. മീനിതാ ഇവിടെ. ഈ ചോറ് തിളപ്പിക്കണം. അപ്പൊ നമ്മള് കൂൺ തുറന്നു നോക്കാം. അപ്പൊ ലാസ്റ്റ് ഫൈനലല്ലേ നമ്മളെ കൂണ് ഇവിടെ റെഡിയാണ്. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇത്രയേ വേണ്ടു കേട്ടാ. അപ്പൊ മസാല അല്ലേ. അപ്പൊ ഇത് നമ്മള് ഓഫാക്കാൻ പോവാ. ഇങ്ങനെ നിന്നോട്ടെ. നമ്മളെ കൂണെല്ലാം കണ്ട പൊട്ടാതെ എല്ലാരും വാങ്ങി ഉണ്ടാക്കിക്കോളും. താത്ത ഉണ്ടാക്കുമ്പോൾ തന്നെ ഉണ്ടാക്കിക്കോളും. നല്ല ടേസ്റ്റോടെ നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പൊ നമ്മളെ അയക്കൂറ് ഇവിടെ നല്ല മുരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വെന്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ടല്ലോ. ഒരു ഫോണ് എല്ലാവർക്കും ഇപ്പൊ അറിയാത്ത നമ്മളെ പെണ്ണുങ്ങളായാലും നമ്മളെ സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും എല്ലാവർക്കും ഇത് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ എന്താ കറി ഉണ്ടാക്കുന്ന ടെൻഷൻ വേണ്ട. ഒരു പാക്കറ്റ് ഫോൺ വാങ്ങുക. ഇവിടെ എല്ലാം ഖത്തറിലെല്ലാം 5 റിയാലേ ഉള്ളൂ. അപ്പൊ അത് വാങ്ങുക. ഇതേപോലെ വേറെ ഇതിനായിട്ട് നമ്മളൊന്നും വാങ്ങണ്ട. ഉള്ളി തക്കാളി എല്ലാം നമ്മളെ വീട്ടിലുണ്ടാവും, എല്ലാവരും വീട്ടിലുണ്ടാവും. അത് വാങ്ങുക, ഇതേപോലെ ഉണ്ടാക്കുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാരും ഇത് ഉണ്ടാക്കിയിട്ട് താത്താനോട് പറയണം കേട്ടാ. എങ്ങനെ ഉണ്ടായിരുന്നു താത്ത? സൂപ്പർ ആണെങ്കിൽ സൂപ്പർ പറയണം, മോശമാണെങ്കിൽ മോശം എന്ന് പറയണം. ഒരിക്കലും മോശമാവില്ല. അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കിയിട്ട് താത്താന് കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പൊ എല്ലാവർക്കും നല്ലത് വെച്ചാൽ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ, ബൈ ബൈ.